ഷാൻ സാർ, ചൈനയിൽ നിന്നൊരു വിമാനം ഇന്ത്യയിലേക്ക് എത്തിയപ്പോൾ ഇന്ത്യയിൽ നിന്നൊരു വിമാനം റഷ്യയിലേക്ക് പോയി. എന്താണ് ഇത്തരത്തിലൊരു നീക്കത്തിന് പിന്നിൽ? ഇത്തരത്തിലൊരു നീക്കത്തിന് പിന്നിലെന്ന് പറഞ്ഞാൽ ഇന്ത്യ, ചൈന, റഷ്യ ബന്ധം കൂടുതൽ ദൃഢമാകുന്നു എന്ന് വേണം കരുതാൻ. ചൈനയിൽ നിന്നൊരു വിമാനം എന്ന് പറഞ്ഞാൽ ചൈനൻ വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ എത്തിയതാണ്. മോദിയെ ചൈനയിലേക്ക് ക്ഷണിക്കാൻ. അതിന്റെ കൂടെ ജയശങ്കറുമായിട്ട് കൂടിയാലോചന നടത്തി. ഇപ്പൊ അജിത് ഡോവലുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ജയശങ്കറുമായിട്ടുള്ള കൂടിയാലോചനയിൽ ജയശങ്കർ പ്രധാനമായിട്ട് പറഞ്ഞത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു മ്യൂച്വൽ റെസ്പെക്ട്, സെൻസിറ്റിവിറ്റി, ഒരു മ്യൂച്വൽ ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവണം. പ്രധാനമായിട്ടും മൂന്ന് കാരണങ്ങൾ. പിന്നെ അദ്ദേഹം കൂടെ ഒന്ന് പറഞ്ഞത് കോമ്പറ്റീഷൻ ആകാം, കോൺഫ്ലിക്റ്റ് ആവരുത്. അതുപോലെ തന്നെ ഡിഫറൻസ് ആകാം, ഡിസ്പ്യൂട്ട് ആകരുത്. അപ്പം വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു നീക്കം. അതായത് US ആയിട്ട് ഇന്ത്യ ഉണ്ടാക്കിയിരുന്ന ഒരു ബന്ധം അതൊരു പക്ഷേ ട്രംപ് നശിപ്പിച്ചിരിക്കും. ട്രംപ് നശിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പതിറ്റാണ്ടുകളായിട്ട് ഏതാണ്ട് 10-20 കൊല്ലം കൊണ്ട് ആർജിച്ചെടുത്ത 1971 ശേഷം ഇന്ത്യക്കാരുടെ ഒരു വിശ്വാസ്യത തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി പല ഇന്ത്യൻ പ്രധാനമന്ത്രിമാരും വാജ്പേയിയുടെ കാലം തൊട്ട് മൻമോഹൻ സിംഗിന്റെ കാലം തൊട്ട് ഇങ്ങോട്ട് പരിശോധിക്കുമ്പോൾ പല പ്രധാനമന്ത്രിമാരും ഊട്ടി ഉറപ്പിച്ച് ഒരുപക്ഷെ ട്രംപ് വന്നപ്പോൾ ട്രംപ് ജയിക്കണം, ഇന്ത്യയുടെ ഭാഗമാണ് ട്രംപ് എന്നുള്ള രീതിയിൽ ഇന്ത്യൻ ജനത ഈ 140 കോടി ജനത്തിനകത്തും അവിടെ നിൽക്കുന്ന ഇന്ത്യൻ വംശജരും ഒക്കെ വളരെ ആഹ്ലാദത്തോടു കൂടി ജയിപ്പിച്ചെടുത്ത ഒരാളാണ് ഇന്ത്യയുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പൊ നമുക്കുൾപ്പെടെ നമ്മൾ ചർച്ച ചെയ്യുന്ന നമ്മൾക്കുൾപ്പെടെ ദേശസ്നേഹികൾക്കേ ഉള്ളൂ, അതിനകത്ത് കുറച്ചൊക്കെ അല്ലാത്തത് ഓക്കെ. നമുക്ക് ട്രംപിനോട് ഉണ്ടാകുന്ന ഒരു വൈരാഗ്യം കാരണം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അന്ന് 1971 ഈ പറഞ്ഞ യുദ്ധത്തിൽ നമ്മളെ ആക്രമിക്കാൻ വന്ന, ഒരുപക്ഷെ അന്ന് നമ്മളെ അവസരം കിട്ടിയാൽ ആക്രമിച്ച് കളഞ്ഞ് ഇന്ത്യയെ തീർത്ത് കളയുമായിരുന്ന, അന്ന് പാകിസ്ഥാന് വേണ്ടി വന്ന അന്ന് റഷ്യക്കാരെ കപ്പൽപ്പട വന്നാണല്ലോ തിരിച്ചു പോകുന്നത്. അപ്പൊ റഷ്യയോട് നമുക്കുള്ള ഒരു കമ്മിറ്റ്മെന്റ് അന്നും ഇന്നും ഉണ്ട്. അപ്പൊ അതിനുശേഷം ഈ ഉണ്ടാക്കിയെടുത്ത ഒരു ബന്ധം വലിയ വലുപ്പത്തിൽ കൊണ്ടുവന്നത് പൂർണ്ണമായിട്ടും നാളെ കാലത്തെ ഇപ്പൊ ട്രംപ് വന്ന് എല്ലാം ഞാൻ പറഞ്ഞു സീറോ താരിഫാന്ന് പറഞ്ഞാലും വേറൊരു പ്രസിഡന്റ് വന്നാലും ഈ ഒരു നഷ്ടപ്പെട്ട വിശ്വാസ്യത വീണ്ടെടുക്കുന്ന ഒരു അവസ്ഥയായിട്ട് അത് അവിടെ നിൽക്കട്ടെ. അപ്പം ഇതിനകത്ത് ഈ ഒരു ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു ബന്ധം ഒരുപക്ഷെ നേരത്തെ ഇരുന്ന പ്രസിഡന്റുമാർ വിചാരിച്ചിരുന്ന അല്ലെങ്കിൽ മറ്റൊരു ബന്ധം ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ഉണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ ചൈന ഈ പറയുന്ന പോലെ സാമ്പത്തികമായിട്ട് എക്കണോമിക്കൽ ഗ്രോത്തിൽ അമേരിക്കയ്ക്ക് ഒരു ത്രെട്ടായിട്ട് വന്നപ്പോൾ ഇന്ത്യയുടെ ഭാഗമായിട്ട് നിന്നു, അല്ലെ ഇന്ത്യ അങ്ങനെ നിന്ന് പോകുന്നു. കാരണം ചൈന എപ്പോഴും ഇന്ത്യക്ക് ശത്രുവായിട്ടാണ്. ഇപ്പം അതിന് വ്യത്യാസം വരികയാണ്. അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ റഷ്യ ഇടപെട്ടു, വളരെ കൂടുതൽ വലുപ്പത്തിൽ ചർച്ചയായി. ഒരുപക്ഷെ ഈ ഒരു താരിഫിന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി സ്വയം മീറ്റിന് പോകുന്നെങ്കിലും അവിടെ വെച്ച് പുടിനുമായിട്ട് ചർച്ച നടത്തുകയും വലിയ വലുപ്പത്തിലുള്ള കാര്യങ്ങൾ തീരുമാനിക്കുകയൊക്കെ ചെയ്യുന്നതിന്റെ മുന്നോടിയായിട്ടാണ് ഒരുപക്ഷെ അദ്ദേഹത്തെ ക്ഷണിക്കുന്നതിനും ഇവിടുത്തെ വിദേശകാര്യമന്ത്രിയും അല്ലെങ്കിൽ അജിത് ഡോവലുമായിട്ടൊക്കെയുള്ള ചർച്ചയിലേക്ക് പോകുന്നു. അപ്പം ഈ ഇപ്പൊ പറഞ്ഞു കേൾക്കുന്നത് അനൌദ്യോഗികമായിട്ടാണെങ്കിൽ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യം, അല്ലെ അവരുടെ കമ്പനികൾക്ക് ഇൻവെസ്റ്റ് ചെയ്തതിന് വേണ്ടിയുള്ള കാര്യം, ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള കാര്യം, അത് നിബന്ധനകളോടുകൂടി, പ്രത്യേകിച്ച് ചൈനയാകുമ്പോൾ നിബന്ധനകളോട് കൂടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ പറയുന്ന എക്കണോമിക്കൽ ഗ്രോത്തിനകത്ത് വലിയ വലുപ്പത്തിൽ ഏതെങ്കിലും ഇന്ത്യൻ കമ്പനിയുമായിട്ട് കൂട്ടിച്ചേർന്ന് ആണ് ഈ പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് നടത്താനുള്ള സാധ്യത. അപ്പൊ ഇവിടുത്തെ തൊഴിലവസരങ്ങൾ കൂടും, വലിയ രീതിയിലേക്കുള്ള എക്കണോമിക്കൽ ഗ്രോത്ത് വരും. ഒരുപക്ഷെ നമുക്ക് ഇതിനകത്ത് വരുന്ന ഒരു പ്രശ്നം, അല്ലെങ്കിൽ അമേരിക്കയുടെ കയറ്റുമതി ഇറക്കുമതി താരിഫിനകത്ത് നമ്മൾക്ക് വരാൻ സാധിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകാൻ പറ്റുന്ന ഒരു ഡാമേജ് അതിനപ്പുറമുള്ള വലിപ്പത്തിൽ ഈ പറയുന്ന ബന്ധം കൊണ്ട് സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടി സാധിക്കും. രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് സ്ഥിരമായിട്ട് ശത്രുക്കളുണ്ട്. സ്ഥിരമായിട്ടുള്ള ശത്രുക്കൾ എന്ന് പറയാൻ നമ്മളിപ്പം 3 ശത്രുക്കളെ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കും. അല്ലാതെ ഈ അമേരിക്ക പോലെയുള്ളവന് നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ ഗുണമാകുമെന്ന് വിചാരിച്ചിരിക്കുന്നതാണ്. 3 ശത്രുക്കളുടെ ഭാഗത്ത് നമ്മൾ ഏറ്റവും ആദ്യം കാണുന്ന ഒരു ശത്രു പാകിസ്ഥാൻ, രണ്ടാമത് കാണുന്ന ശത്രു ചൈന, ഇപ്പൊ ബംഗ്ലാദേശും കൂടെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ബന്ധം ദൃഢമായാൽ, അല്ലെങ്കിൽ ചൈനയുമായിട്ടുള്ള ഒരു ബന്ധം ദൃഢമായാൽ നമ്മൾക്ക് പാകിസ്ഥാൻ എന്ന് പറയുന്ന ശത്രുവിനെ ചൈന സഹായിക്കുന്നതിൽ നിന്ന് നമ്മൾക്ക് മുക്തി ഉണ്ടാകും. അല്ലെങ്കിൽ ചൈനയ്ക്ക് ഇതുവരെ ഉണ്ടായിരുന്ന പാകിസ്ഥാനോടുള്ള സ്നേഹം, അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ നീങ്ങുന്നതിന് കൂട്ടായിട്ട് നീങ്ങുന്ന ഒരു നീക്കത്തിനകത്ത് വ്യത്യാസം, അതിനകത്ത് കൂടുതൽ വലിപ്പത്തിൽ വരാൻ സാധിക്കുന്നു പറഞ്ഞാൽ പാകിസ്ഥാൻ ഇപ്പൊ ട്രംപുമായിട്ടുള്ള ഒരു ബന്ധം. അപ്പം ഈ പറയുന്നത് പോലെ
അമേരിക്കയ്ക്ക് ഇപ്പൊ ചൈനയോട് എത്ര ശത്രുതയുണ്ടെങ്കിലും ചൈനയെ ആക്രമിക്കാൻ സാധിക്കാത്തതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചൈനയിൽ അമേരിക്കൻ കമ്പനികൾ അല്ലെങ്കിൽ അമേരിക്കൻ കമ്പനികൾ കൂടുതലായിട്ട് ചൈനയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് അമേരിക്ക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ചൈനയിൽ. അപ്പൊ ഒരു യുദ്ധം പരസ്പരം ഉണ്ടായാൽ ആ രാജ്യത്തിന് നഷ്ടം ഉണ്ടാകുന്ന ഒരു രീതിയിലേക്ക് പോകും. അതുപോലെ തന്നെ ഇന്ത്യക്കകത്ത് ഇപ്പൊ ഇന്ത്യ അങ്ങോട്ടും ഇങ്ങോട്ടും വിമാനങ്ങൾ പോലും ഇല്ല, അല്ലെങ്കിൽ അവിടുത്തെ ടൂറിസ്റ്റ് വിസ പോലും നമ്മൾ ചൈനയുടെ ഇവിടെ അനുവദിച്ചിട്ടില്ല. അപ്പൊ അതിനെപ്പറ്റിയൊക്കെയുള്ള ആലോചന നടക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പം ഇന്ത്യക്കകത്ത് ചൈനയുടെ വലിയ വലിപ്പത്തിലുള്ള കമ്പനികളുടെ ഇൻവെസ്റ്റ്മെന്റ് വന്നാൽ നാളെ കാലത്തെ ഒരു യുദ്ധം ഉണ്ടാകുന്നതിന് വേണ്ടി രണ്ട് രാജ്യങ്ങളും പലവട്ടം ആലോചിക്കേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അതായത് അവർക്ക് ഇവിടെ ഇന്ത്യക്കകത്ത് ഒരു പ്രശ്നമുണ്ടായാൽ, പരസ്പരം ഒരു യുദ്ധമുണ്ടായാൽ ആ യുദ്ധത്തിനകത്ത് നഷ്ടം വരാൻ പോകുന്ന, അല്ലെങ്കിൽ അവർക്കുണ്ടാവുന്ന എക്കണോമിക്കൽ ഗ്രോത്തിനുണ്ടാവുന്ന പ്രശ്നം, അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം, അപ്പൊ ആ രീതിയിലേക്കൊക്കെ ഉള്ള ഒരു നീക്കമാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഈ പറയുന്നത് പോലെ താരിഫിന്റെ വിഷയത്തിൽ ലോകത്തുടനീളം പ്രശ്നം നടക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും വലിയ വലിപ്പത്തിൽ താരിഫ് വിഷയത്തിൽ ഒരു പക്ഷേ അമേരിക്ക ഉപദ്രവിക്കാൻ ആദ്യം തീരുമാനിച്ച രാജ്യം ചൈനയാകുമ്പോൾ ഇപ്പോൾ ആദ്യം തീരുമാനിച്ച രാജ്യം ഇന്ത്യയാവുകയും ചൈനയ്ക്ക് കൂടെ താരിഫ് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ താരിഫ് ഉണ്ടാകുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന റെയർ മെറ്റീരിയൽസിന്റെ രീതിയിലായാലും ഇന്ത്യ താരിഫ് എത്ര വന്നാലും ഇന്ത്യൻ വിപണി അവരുടെ താല്പര്യത്തിനനുസരിച്ച് വിട്ടുകൊടുക്കാത്ത രീതിയിലേക്കായാലും ഇത്തരത്തിൽ ഒരു തീരുമാനത്തിനകത്ത് RIC, റഷ്യ, ഇന്ത്യ, ചൈന, അതിന്റെ കൂടെ ഈ പറയുന്ന പോലെ ബ്രസീൽ ഉൾപ്പെടെ മറ്റ് പല രാജ്യങ്ങളും GCC രാജ്യങ്ങൾ ഉൾപ്പെടെ വരുന്ന ഒരു രീതിയിലേക്ക് പോകുന്നു. അത്തരത്തിൽ ഒരു വലിയ തീരുമാനം എടുക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ തീരുമാനം എടുത്തു മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് ഇരു രാജ്യങ്ങളും എന്ന് പറയത്തില്ല 3 രാജ്യങ്ങളും കൂടി തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം അലാസ്കയിൽ നടന്ന ചർച്ച പോലും വേണ്ട രീതിയിൽ നിയന്ത്രിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് കഴിയാതെ പോവുകയും റഷ്യൻ പ്രസിഡന്റ് പുടിൻ വിചാരിക്കുന്ന തീരുമാനങ്ങൾക്ക് വഴങ്ങിത്തരാൻ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യവും യൂറോപ്യൻ രാജ്യങ്ങളും നാറ്റോ രാജ്യങ്ങളെയും അത്തരത്തിലേക്ക് വഴങ്ങിക്കൊടുത്താൽ മാത്രമേ ആ യുദ്ധം തീരുകയുള്ളൂ എന്നുള്ള രീതിയിലേക്കും ഒക്കെ ട്രംപിന് സംസാരിക്കേണ്ടി വരുന്നത്. ഒരുപക്ഷെ ട്രംപ് അത്തരത്തിൽ വഴങ്ങുന്നുണ്ടോ അല്ലെങ്കിൽ വഴങ്ങിക്കൊടുക്കുന്നുണ്ടോ എന്ന് ലോകരാജ്യങ്ങളും മാധ്യമങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോകും. അത് വല്ലാത്ത ഒരു കോർഡിനേഷൻ, അല്ലെങ്കിൽ അമേരിക്കക്കെതിരെ ഒരു നീക്കം ഇന്ത്യ, റഷ്യ, ചൈന ഉണ്ടാക്കുന്നു. അത് ബ്രിക്സിന്റെ ഭാഗത്തിൽ മറ്റൊരു രൂപത്തിൽ വരുന്നു. അത്തരത്തിലേക്കുള്ള ഒരു നീക്കത്തിനകത്ത് വളരെ കൃത്യമായ ആലോചനയോടുകൂടി ദൃഢമായ ചില തീരുമാനങ്ങളോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു എന്നുള്ളതിന് തെളിവായിട്ടാണ് ഇപ്പം വിദേശകാര്യമന്ത്രി ഇവിടെ വരികയും അതുപോലെ തന്നെ റഷ്യയിലേക്ക് ജയശങ്കർ ഇദ്ദേഹവുമായിട്ടുള്ള ചർച്ച, ചൈനീസ് വിദേശകാര്യമന്ത്രിയുമായിട്ടുള്ള ചർച്ച നടത്തിയതിനു ശേഷം റഷ്യയിലേക്ക് പോകുകയും റഷ്യയുമായിട്ടുള്ള പല ബന്ധങ്ങളും വലിയ വലിപ്പത്തിൽ, കൂടുതൽ വലിപ്പത്തിൽ, ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നതിനെക്കാട്ടി കൂടുതൽ വലിപ്പത്തിൽ ആലോചിച്ച് നാളെ കാലത്തെ എങ്ങനെ നീങ്ങണം ഈ രാജ്യങ്ങൾ, അത്തരത്തിലേക്കുള്ള ഒരു നീക്കവുമായിട്ട് മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത്, അവിടെ നിന്ന് ചൈനയിൽ നിന്നൊരു വിമാനം ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യയിൽ നിന്നൊരു വിമാനം റഷ്യയിലേക്ക് പോകും. അപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ 3 രാജ്യങ്ങൾ തീരുമാനിക്കുന്ന രീതിയിലേക്ക്, പണ്ട് അമേരിക്ക എല്ലാം തീരുമാനിച്ചിരുന്നിടത്ത് ഇവരും കൂടി തീരുമാനിക്കുന്ന രീതിയിലേക്ക് ലോകക്രമം വരുന്നതിന് വേണ്ടിയുള്ള ഒരു സാധ്യതയും ചർച്ചയും ഒരു കോപ്പുകൂട്ടലും ഒക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്കും എന്ന് മനസ്സിലാക്കുന്നത്. അതാണ്. എന്തായാലും ചൈനീസ് വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ എത്തിയിരിക്കുന്നു. ഒപ്പം ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഈ ചൈനീസ് വിദേശകാര്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം റഷ്യയിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ് ജയശങ്കർ. ഇത്തരത്തിൽ ഇന്ത്യ വലിയ നീക്കങ്ങൾ നടത്തുന്നു. പ്രശാന്ത് സാർ സൂചിപ്പിച്ചതുപോലെ RIC, റഷ്യ, ഇന്ത്യ, ചൈന കൂട്ടുകെട്ട് കൂടുതൽ ദൃഢമാകുന്നു എന്ന് വേണം കരുതാൻ. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.